അയ്യോ, ഇതാരാ? എനിക്ക് അങ്ങോട്ട് കയറാവോ? വീട്ടിൽ വരുന്നവരെ പുറത്തു നിർത്തി സംസാരിക്കുന്ന ശീലം ഈ വീട്ടിലുള്ളവർക്കില്ല സത്യാമ്മേ. സത്യാമ്മ കയറി വരും. സത്യാമ്മ ഇരിക്കേ. ആ, ശാന്തേ ചായ എടുക്ക്. ശാരദാമ്മേ, കാര്യങ്ങളൊക്കെ ശാരദാമ്മയ്ക്ക് അറിയാലോ. എന്നിൽ നിന്നും ശാരദാമ്മയ്ക്കും കുടുംബത്തിനും നല്ലതൊന്നും ലഭിച്ചിട്ടില്ലെന്നും കുറെ അധികം മോശ അനുഭവങ്ങൾ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും എനിക്കറിയാം. അതെല്ലാം സാഹചര്യം. പക്ഷേ എല്ലാത്തിനും ശിക്ഷ അതിപ്പോ അനുഭവിക്കുന്നത് എന്റെ മകന്. അവനങ്ങനെ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് ജയിലിൽ കിടക്കേണ്ടവനല്ല. എനിക്ക് അവന് പുറത്തു കൊണ്ടുവരണം. തെറ്റാര് ചെയ്താലും അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഒരാളല്ല സത്യാമ്മേ. അനുഭവിക്കുന്ന ആളെക്കാൾ കൂടുതൽ അയാൾക്ക് ചുറ്റും നിൽക്കുന്നവരാ. അയാളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരും അനുഭവിക്കണം. ഈ വീട്ടിലുള്ളവരെല്ലാം ആ ഒരു വേദനയില്ല. നഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്റെ മോളെ തന്നെയല്ലേ. അക്കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. എനിക്ക് ശാലിനി ഒന്ന് കാണുമായിരുന്നു. സത്യമ്മ തെറ്റിദ്ധരിക്കരുത്. അവള് ശാലിനി തിരക്കി സത്യമ്മ വന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം എന്തെങ്കിലും ശിക്ഷാ നടപടിയായിട്ടായിരിക്കും വരവ്. ശാരദാമ്മേ, ഇത് ശിക്ഷിക്കാനൊന്നുമല്ല, രക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിയാ വന്നത്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒളിവും മറവും ഈ സത്യഭാമയ്ക്കില്ല. കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മുഖം നോക്കാതെ പറയും. അപേക്ഷിക്കേണ്ട സ്ഥാനത്ത് മുഖം നോക്കി തന്നെ അപേക്ഷിക്കുകയും ചെയ്യും. ഇപ്പം വന്നിരിക്കുന്നതും അങ്ങനെ ഒരു ആവശ്യത്തിന്റെ മുഖമായിട്ട് തന്നെയാ. സത്യമേ, സത്യാമ്മ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശാലിനി സത്യാമ്മയുടെ മരുമോള് തന്നെയാ. കൽപ്പിക്കാനും പറയുന്നത് അക്ഷരം പ്രതി അനുസരിപ്പിക്കാനും കഴിവുള്ള അവളുടെ ഭർത്താവിന്റെ അമ്മ. ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനോ കൽപ്പിക്കാനോ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു മുഖവരയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ ശാലിനിയെ വിളിക്കാം. ശാലിനി. അമ്മേ, ഞാനിവിടെ ഉണ്ട്. മുളുങ്ങി വാ. സത്യാമ്മ നിന്നെ കാണാനാ വന്നിരിക്കുന്നത്. സത്യാമ്മേ. ശാലിനി, ഞാൻ നിനക്ക് മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ദ്രോഹിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും നീ തന്നെയാ. സത്യാമ്മയ്ക്ക് അതൊന്നും പറയാൻ ഒരു മടിയുമില്ല. പക്ഷേ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് നിന്റെ ഒരു സഹായം ചോദിക്കാനാ. നിനക്ക് മാത്രമേ അത് ചെയ്തു തരാൻ പറ്റൂ. എന്തിനാ സത്യാമ്മേ പരിഹസിക്കുന്നേ? എങ്ങനെയൊക്കെ നോക്കിയാലും ശാരദയും മക്കളും ഹോട്ടൽ പണിക്കാരാ, എച്ചിൽ പാത്രം കഴുകുന്നവരാ. വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാൻ അറിയാത്തവർ. കളക്ടറായെന്ന് വെച്ച് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറയാന്നല്ലാതെ കാൽ കാശിന് പോലും ബോധമില്ലാത്തവരാ. ഇതൊക്കെ ഞങ്ങളെക്കുറിച്ച് സത്യാമ്മ തന്നെ പറഞ്ഞ വാക്കുകളാ. എന്നിട്ടും ആ എന്നോട് സഹായം ചോദിക്കാൻ വരുവാന്ന് പറഞ്ഞ
ഞങ്ങളെ മനഃപൂർവ്വം പരിഹസിക്കാൻ വരികയാണെന്ന് ഞാൻ പറയും. ശാലിനി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തതൊന്നും മറക്കാനും പൊറുക്കാനും പറയാൻ വന്നതല്ല ഞാൻ. അതൊക്കെ സാഹചര്യം. ഇനിയൊരു പക്ഷേ അതൊന്നും മറക്കാൻ നിനക്ക് കഴിയുമെന്നും തോന്നുന്നില്ല. പക്ഷേ ഇപ്പോ വിഷ്ണു അതൊരു വേദനയായി ചങ്കില് നിൽക്കുക. അതൊന്ന് ഇറക്കി വെക്കാൻ ഇപ്പൊ എന്റെ മുമ്പിൽ നീ മാത്രമേ ഉള്ളൂ. സത്യാമ്മ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ എന്താ വേണ്ടത്? വിഷ്ണുവിന് ജാമ്യം കിട്ടണം. അതിന് അവൻ ജാമ്യാപേക്ഷയിൽ ഒപ്പിടുന്നില്ല. പറയാവുന്നവരെ കൊണ്ടൊക്കെ പറയിച്ചു, ഞാനും പറഞ്ഞു. പക്ഷേ അവൻ അനുസരിക്കുന്നില്ല. എനിക്കറിയാം നീ പറഞ്ഞ എന്റെ മകൻ കേൾക്കൂന്ന്. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അമ്മ പറയുന്നതിനപ്പുറം നടക്കാത്ത മകൻ എന്നു മുതലാ മാറി നടക്കാൻ തുടങ്ങിയത്? മകന്റെ മുഖം ഒന്ന് കറുത്തപ്പോ, ഒന്ന് അകൽച്ച കാണിച്ചപ്പോ നെഞ്ച് പിടയുന്നുണ്ടല്ലേ? ഇതുപോലെ പിടയുന്ന ഒരുപാട് നാളുകൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അകൽച്ചയല്ല, അടർത്തി മാറ്റുകയായിരുന്നു എന്നെയും വിഷ്ണുവേട്ടനെയും തമ്മിൽ. കണ്ണിൽ നിന്ന് ചോര പൊടിഞ്ഞിട്ടുണ്ട് ചില സംഭവങ്ങൾ മുന്നിൽ കണ്ടിട്ട്. മറക്കാനും പൊറുക്കാനും ഒരുപാട് സഹിക്കാനും എന്റെ ജന്മത്തിന് അമാനുഷിക കഴിവൊന്നുമില്ല. ഒരു പാവം പിടിച്ച അടുക്കളക്കാരി അമ്മയുടെ മോളാ ഞാൻ. സത്യമ്മയുടെ ഭാഷയില് അഷ്ടിക്ക് വകയില്ലാത്ത അലവലാതെ കൂട്ടങ്ങള്. മോളെ, എന്തൊക്കെയാ നീ പറയുന്നേ? പറഞ്ഞു പോകുന്നതാണമ്മ. ഉള്ളിലുള്ളതെല്ലാം അറിയാതെ വന്നു പോവുക. മനസ്സ് പിടിച്ചെടുത്ത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താ അമ്മ ചെയ്യ? ശാരദാമ്മേ, അവള് പറയട്ടെ. കേൾക്കാനിപ്പോ ഞാനും ബാധ്യസ്ഥയാണല്ലോ. മകന്റെ രക്ഷയ്ക്കായി ശാലിനിയെ കാണാൻ ആഗ്രഹിച്ചപ്പോഴേ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. അവള് പറയട്ടെ. ശാരദാമ്മേ, സാധിക്കുമെങ്കിൽ ഇവളോട് വിഷ്ണുവിനെ ഒന്ന് കാണാൻ പറയണം. അവനൊപ്പിട്ടാലേ ജാമ്യത്തിന് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങളുടെ മകൾ ഇത് ചെയ്തു തരുമെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. ശാരദാമ്മേ, ഞാൻ ഇറങ്ങുന്നു. ഒരല്പം കൂടിപ്പോയ മോളെ. അവസാനം ഒരു സഹായം ചോദിച്ചിവിടെ വന്നതല്ലേ? അത്രയെങ്കിലും ഞാൻ പറയണ്ടേ അമ്മേ? ഒരു ജന്മം പറഞ്ഞാൽ തീരാത്തത്രയും കണക്കുണ്ട് അവരുടെ മുന്നിൽ നിരത്താനായിട്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ സാഹചര്യം അതല്ലല്ലോ. വിഷ്ണുവേട്ടൻ അതൊരു വേദനയായി ചങ്കില് നിറഞ്ഞു നിൽക്കുകയല്ലേ? എന്നാ വൈകിക്കണ്ട. മോളിപ്പൊ തന്നെ പോണം. മോള് പറഞ്ഞ വിഷ്ണു കേക്കും. നീ പറഞ്ഞാലേ അവൻ കേക്കൂ. സത്യമ്മ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഈ വീട്ടിൽ വന്നത് തന്നെ നല്ലൊരു സൂചനയാ. എല്ലാം കലങ്ങി തെളിയും മോളെ. ഈ അനുഭവിക്കുന്നതിനെല്ലാം നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവും. മോൾ പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. വീണ്ടും സ്വപ്നങ്ങളും മോഹങ്ങളും തരുകയാണല്ലോ അമ്മ. അതങ്ങനെയാ. കൈവിട്ടു പോകുന്നെന്ന് കരുതുന്നിടത്തു നിന്നും ഒരു കച്ചിത്തുരും വിട്ടുതരും. രക്ഷപ്പെട്ടു പോന്നാ തിരികെ കിട്ടുന്നത് ജീവിതമാ. ശ്രമിക്കുക. കൈയെത്തും ദൂരത്ത് ജീവിതം ഉണ്ടെന്ന് കരുതി പരിശ്രമിക്കുക. ഫലം ഉറപ്പാ. ഞാൻ പറഞ്ഞതല്ലേ അർജുൻ, എനിക്ക് ജാമ്യം വേണ്ട. എനിക്ക് ശാലിനിക്ക് ഒന്നിക്കാനാവാത്ത ഈ ലോകത്തോട് എനിക്ക് വെറുപ്പാണ്. പിന്നെ ഞാനെന്തിനാ ഈ ജാമ്യത്തിൽ ഇറങ്ങുന്നേ? ഞാൻ ഇവിടെ കിടന്നോളാം.
ഇതെന്റെ ലോകമാണെന്ന് ഞാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട. സ്വാർത്ഥ താല്പര്യം എല്ലാവർക്കും, തനിക്കും അത് തന്നെയാ. ശരി, ഞാൻ വരുന്നത് സ്വാർത്ഥ താല്പര്യത്തോടെ തന്നെയാണ്. തന്നെ രക്ഷപ്പെടുത്തി എനിക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി, അതല്ലേ ഉദ്ദേശിച്ചത്? സമ്മതിച്ചു. തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ എനിക്കിപ്പോൾ അത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ അപ്പോൾ ഇതോ? വിഷ്ണുവേട്ടാ, വാശി വേണ്ട. അർജുനേട്ടൻ നമുക്ക് അന്യനൊന്നും അല്ലല്ലോ. അമ്മയല്ല അർജുനേട്ടനോട് ഈ കേസിന്റെ കാര്യം സംസാരിച്ചത്. സത്യാമ്മ സംസാരിക്കുന്നതിന് മുമ്പ് ഞാനാ സംസാരിച്ചത്. ചന്ദ്രബോസ് നോൺ വയലബിൾ വാറന്റ് ആണ് വിഷ്ണുവേട്ടനെതിരെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞ ആ നിമിഷം ഞാൻ അർജുനേട്ടന് ഫോൺ ചെയ്തു. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ചയും ചെയ്തു. അതിനുശേഷം മാത്രമാണ് സത്യാമ്മ അർജുനേട്ടനെ വിളിക്കുന്നത്. ഈ കേസ് അർജുനേട്ടൻ തന്നെ ബാധിക്കും. നമ്മൾ ജയിക്കുകയും ചെയ്യും. അതിനു മുമ്പ് ഒരുപാട് കടമ്പകൾ ഞങ്ങൾക്ക് കടക്കേണ്ടതുണ്ട്. കാർത്തിക മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? നെട്ടൂർ പാലത്തിന് താഴെ കണ്ട കാറിൽ കത്തിക്കരിഞ്ഞ ബോഡി കാർത്തികയുടേത് തന്നെയാണോ? അല്ലെങ്കിൽ മരണപ്പെട്ടത് ആരാണ്? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം നമുക്ക്. ആ ഉത്തരങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ജഡ്ജിയുടെ വിധിവാചകം ഉണ്ടാവും. വിഷ്ണുവേട്ടനെ നിരുപാധികം വിട്ടയച്ചു എന്ന്. അതുവരെ എനിക്ക് സഞ്ചരിക്കണമെങ്കിൽ വിഷ്ണുവേട്ടൻ ഈ ഹർജിയിൽ ഒപ്പിട്ടേ ഒക്കൂ. ഞാൻ ചോദിച്ചത് തന്നെ ഇപ്പോഴും ചോദിക്കുന്നേ, എന്തിനെ? വിഷ്ണു നിരപരാധിയാണെന്ന് വിഷ്ണുവിന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ കോടതിക്ക് ബോധ്യം വരണ്ടേ? അത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ. ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്തിനാ? വീണ്ടും വിലക്കുകളുടെ ലോകത്ത് ഒന്നും മിണ്ടാനാവാതെ വെറും പ്രതിമ കണക്കെ ജീവിക്കാനോ? എനിക്ക് മടുത്തടോ. എനിക്ക് എന്റേതായിട്ടുള്ളൊരു ലോകമുണ്ട്. അതിന് തടസ്സമായിട്ട് ഒരാളും വരില്ലെന്ന് അർജുന് വാക്ക് തരാൻ പറ്റുമോ? വിഷ്ണു, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന ഒരു അവസരം കൂടിയായത്. അത് ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. എനിക്ക് ഈ കേസ് തന്നതിന് ഞാൻ ചെയ്യുന്ന പ്രത്യുപകാരവും അത് തന്നെയായിരിക്കും. ആ ഒരു ഉറപ്പ് പോരെ? വിഷ്ണുവേട്ടൻ എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഇത് ഒപ്പിടണം. ശാലിനി, വിഷ്ണുവേട്ട പ്ലീസ്, ഒപ്പിട്ടേ പറ്റൂ. പ്ലീസ്. ചില കാര്യങ്ങളിൽ ചില ഡൗട്ട്സ് ഒക്കെ എനിക്കുണ്ട്. അത് ഞാൻ മറ്റൊരു ദിവസം ഒന്ന് ക്ലിയർ ചെയ്തോളാം. ഇപ്പം തൽക്കാലം ഇത് മതി. അപ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ സംസാരിക്കുക. എന്താ വിഷ്ണുവേട്ട ഇത്?
തന്നെ എനിക്കിനി വേണം. താനില്ലാതെ മുന്നോട്ട് ഇനി പോവാനാവില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു തുടങ്ങിയ ദിവസങ്ങളാ ഇപ്പൊ എന്നിലൂടെ കടന്നു പോകുന്ന. അതൊരു തിരിച്ചറിവാ. താൻ എനിക്ക് ആരായിരുന്നു എന്നുള്ള തിരിച്ചറിവ്, എന്തായിരുന്നു എന്നുള്ള തിരിച്ചറിവ്, ഇനി എങ്ങനെയാവണം നമ്മൾ എന്നുള്ള തിരിച്ചറിവ്. എനിക്ക് താൻ ആരൊക്കെയാണോ? ഞാൻ കേൾക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക. എങ്കി പറ, ഞാൻ ആരാ? ഭാര്യയാണോ? കാമുകിയാണോ? അതോ ഇത് രണ്ടുമാണോ? അതോ ഒരു ഫ്രണ്ടാണോ? അതോ ഇതെല്ലാം ആണോ? ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത എന്റെ സ്വപ്നം, എന്റെ വേദന, എന്റെ സന്തോഷം, എന്റെ എല്ലാം താൻ തന്നെയാ. താൻ എനിക്ക് വെറും പ്രണയിയല്ല, പ്രാണം തന്നെ. എന്റെ ജീവൻ. തന്നോടുള്ള എന്റെ സ്നേഹത്തിന് അതിരുകളില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. വിഷ്ണുട്ട, നമ്മൾ തിരിച്ചു വരും. എല്ലാ തടസ്സങ്ങളും അടർത്തി മാറ്റിക്കൊണ്ട് നമ്മൾ ഒന്നിച്ച് ജീവിക്കും. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ. ഇപ്പോട്ടെ. തടവറയിലാണ് കിടക്കുന്നതെങ്കിൽ ഇതുപോലുള്ള കുറേയധികം ഓർമ്മകളുണ്ട് എനിക്ക് കൂട്ടായിട്ട്. എനിക്കത് മതി, അത് മാത്രം മതി. ഇനിയുള്ള സമയങ്ങളിൽ തള്ളി നീക്കാൻ അത് മാത്രം മതി. കുറുപ്പ് സാറിനെ ഈടായിട്ട് ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ഇന്നലെയും വിചാരിച്ചതേ ഉള്ളൂ. മനസ്സിന് സന്തോഷമുള്ള വാർത്തകളൊന്നും പരസ്പരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് പലവട്ടം ആലോചിച്ചു. ഇറങ്ങിയതാ ഇങ്ങോട്ട്, പിന്നെയും മടിച്ചു. എനിക്ക് ഏറ്റവും അധികം സ്വാതന്ത്ര്യമുള്ള വീടാ ഇത്. ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോ വന്ന് ആശ്വസിപ്പിച്ച് വെറുതെ സങ്കടം കൂട്ടുന്നതെന്തിനാന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ ചോദിക്കും, ഇപ്പൊ ഇറങ്ങിയത് എന്തിനാണെന്ന്. ആത്മബന്ധം കൂടിയതുകൊണ്ടുള്ള കുഴപ്പാ. വീട്ടിലിരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. പിന്നെ പെട്ടെന്ന് വരാനുള്ളൊരു കാരണം കൂടിയുണ്ട്. അവരിവിടെ വന്നിരുന്നല്ലേ, ആ സത്യാമ്മ. അവരുടെ വീട്ടിൽ ഇവിടെ നിന്ന് ചെല്ലുമ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ ശാരദാമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഏത് രീതിയിൽ അവർ നമ്മളെ സ്വീകരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഗോപാലകൃഷ്ണന് ഇക്കാര്യത്തിൽ വളരെയധികം വിഷമമുണ്ട് ശാരദാമ്മ. ഗോപാലേട്ടൻ കുറുപ്പ് സാറിനെ വന്ന് കണ്ടിരുന്നു അല്ലേ? കണ്ടിരുന്നു എന്ന് മാത്രമല്ല, കുറെ അധികം കാര്യങ്ങൾ പറയുകയും ചെയ്തു. അവര് നിങ്ങളെയൊക്കെ കാണുന്നത് ചതുർത്ഥി കാണുന്നത് പോലെയാ. ഈ വീടും വീട്ടിലുള്ളവരും ഒക്കെ നശിച്ച് വെണ്ണീറാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ത്രീ അവര് മാത്രം. ആ സ്ത്രീയെ വരെ ഇവിടെ കയറ്റി സൽക്കരിക്കാന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണന് വിഷമം ഉണ്ടാവാതിരിക്കോ? മുൻപ് ഏതെല്ലാം രീതിയിൽ നടന്നാലും ശാലിനിയുടെ അച്ഛൻ സ്ഥാനം നമുക്ക് ചെറുതാക്കി കാണാൻ കഴിയില്ലല്ലോ. ഒരാളെയും കൊച്ചാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല കുറുപ്പ് സാറേ. വീട്ടിൽ വരുന്നവരെ ആദരിക്കാനേ ഞാനും എൻ്റെ മക്കളും പഠിച്ചിട്ടുള്ളൂ.
അതുകൊണ്ട് തന്നെയാ മര്യാദയോടെ സംസാരിച്ചതും നല്ല രീതിയിൽ പെരുമാറിയതും. ഈ പറഞ്ഞ മര്യാദയൊന്നും അവര് കാണിച്ചിട്ടില്ലെന്നാ ഗോപാലകൃഷ്ണൻ പറയുന്നത്. ശാരദാമ്മ തന്നെ എത്രയോ വട്ടം അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോന്നിട്ടുണ്ട് അവിടെ നിന്ന്. ഇപ്പോ അവർക്കൊരാവശ്യം വന്നപ്പോ ശാലിനെ കൊണ്ട് മാത്രമേ സഹായിക്കാൻ കഴിയൂന്ന് മനസ്സിലായപ്പോ താനെ സഹായം ചോദിച്ചു വന്നിരിക്കുന്നു. ഏത് മുഖവും വെച്ചുകൊണ്ടാണ് ശാരദാമ്മ അവർ ഈ കുടുംബത്തേക്ക് കയറി വന്നത്? ഒരല്പം ആത്മാഭിമാനമുള്ള സ്ത്രീയാണെങ്കിൽ സഹായം ചോദിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടുവോ? ഈ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അത് വലിയവൻ തന്നെയാ കുറുപ്പ് സാറേ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും.